ടൂറിസം മേഖലയിൽ നിക്ഷേപകർക്ക് വൻ സാധ്യതയെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. ദേശീയ ടൂറിസം ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബേക്കലിൽ സംഘടിപ്പിച്ച ഗൽബിലെ ബേക്കൽ ടൂറിസം ദിനാഘോഷം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. കേരളത്തിലെ ടൂറിസം മേഖല അതിവേഗം വളരുന്നതിനാൽ അതിലെ നിക്ഷേപകർക്കും വളരെ വേഗം വളരാൻ സാധിക്കുമെന്ന് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. ഇവിടെ ടൂറിസം മേഖലയിൽ നിക്ഷേപിച്ചവർക്ക് വൻ നഷ്ടമുണ്ടായിട്ടില്ല. ദേശീയ ടൂറിസം ദിനത്തോടനുബന്ധിച്ച് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ബേക്കലിൽ സംഘടിപ്പിച്ച ഗൽബിലെ ബേക്കൽ ടൂറിസം ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാസർഗോഡ് എന്നുള്ള ഒറ്റ സർക്യൂട്ടല്ല, കർണാടകയിലെയും മൈസൂർ അടക്കമുള്ള വയനാട് അടക്കമുള്ള ആ പ്രദേശങ്ങളെ ചേർത്തുകൊണ്ടുള്ള ഏറ്റവും നല്ല ടൂറിസം സ്പോട്ടാണ്. ഒരു സഞ്ചാരിക്ക് ഒരു യാത്രയിൽ ലോകത്തിന്റെ മറ്റെവിടെയും കിട്ടാത്ത അത്രയുള്ള കാഴ്ചകൾ കാണിക്കാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത്, അതിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്നത്. കേരളത്തിലെ സാധ്യതകൾ ഏറ്റവും നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സർക്കാരിന് മാത്രം ഈ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ പരിപാലനമടക്കമുള്ള കാര്യങ്ങളിൽ ഒക്കെ തന്നെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയാതെ പോകും. അതുകൊണ്ടാണ് വിനോദസഞ്ചാരികളുടെ അഭിരുചിക്കനുസരിച്ചുള്ള മാറ്റങ്ങൾ, പുതിയ ടൂറിസം ഉൽപ്പന്നങ്ങൾ നമുക്കുണ്ടാവണം. അതിന് ഏറ്റവും പ്രയോജനപ്പെടുന്നത് സ്വകാര്യ മേഖലയിൽ നിക്ഷേപം സ്വീകരിക്കുകയും ആ സ്വകാര്യ മേഖല തന്നെ ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രൊജക്റ്റുകൾ മാനേജ് ചെയ്യുമ്പോൾ സഞ്ചാരികളുടെ അഭിരുചി എന്താണോ അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് അവർക്ക് കൊടുക്കാനും അതിനനുസൃതമായുള്ള പ്രൊജക്റ്റുകൾ ഉണ്ടാക്കാനും അവർക്ക് കഴിയും. വിനോദം, മനുഷ്യവിഭവശേഷി, IT, ആരോഗ്യം, പൈതൃകം, വന്യജീവി, കായൽ, ഹിൽ സ്റ്റേഷനുകൾ, ബീച്ചുകൾ എന്നിവയെല്ലാം സംസ്ഥാനത്ത് ലാഭകരമായ നിക്ഷേപ അവസരങ്ങളുള്ള മേഖലകളാണ്. ഈ നിക്ഷേപങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും തൊഴിൽ സൃഷ്ടിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ടൂറിസം മേഖലയിൽ നിക്ഷേപത്തിന് സംരംഭകരെ സർക്കാർ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ അവസരം പ്രവാസികൾ ഉൾപ്പെടെയുള്ള നിക്ഷേപകർ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാസർഗോഡ് ജില്ലയ്ക്ക് ഏറ്റവും സാധ്യതയുള്ള മേഖലയാണ് ടൂറിസം. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ചാൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂർ അധ്യക്ഷനായി. തുടർന്ന് UH ഗ്രൂപ്പ് MD KK ലത്തീഫ്, ഗീതു മോഹൻദാസ്, PC സുബൈദ, ആശാലത, മല്ലിക ഗോപാലൻ തുടങ്ങിയവർക്ക് മന്ത്രി ഉപഹാരങ്ങൾ നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് P. ബേബി ബാലകൃഷ്ണൻ, ഉത്തരവാദിത്ത ടൂറിസം മിഷൻ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ K. രൂപേഷ് കുമാർ, DTPC സെക്രട്ടറി ജിജേഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K. ശകുന്തള, ജില്ലാ പഞ്ചായത്ത് അംഗം ശൈലജ ഭട്ട്, RT മിഷൻ കോർഡിനേറ്റർ KK ധന്യ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ G. സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. BRDC മാനേജിംഗ് ഡയറക്ടർ ഷിജിൻ പറമ്പത്ത് സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഉദുമ.